അല്ല, ആണുങ്ങളെ കണ്ടാൽ കൂട്ടുന്ന സൈസാണോ ഇത്? ഇല്ല ചേട്ടാ, പഞ്ചപാവമാ. പക്ഷെ ഒരിടങ്ങാടുണ്ടായ പിന്നെ ഇങ്ങനെ ഒരേ ഓട്ടമാ. പ്രായം അതല്ലയോ, അതുകൊണ്ടാ. നല്ല കൊഴുത്ത് തടിച്ച പശു. പെറ്റതാന്നോ? ആ, കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഈ സൈസ് പശുക്കളെ കണ്ടതുകൊണ്ട് മാത്രം ഒന്നും പറയാൻ പറ്റൂല. ആള് മോശമല്ലല്ലോ. എടി കണ്ണമ്മ, മോള് നേരെ വീട്ടിലേക്ക് വെക്കോ കേട്ടോ. വേഗം പോ. ചേട്ടൻ എവിടുന്ന് വരുന്നു? ഞാനിപ്പം തെക്കുന്ന് വരികയാ. പേരെന്താ? ലീനാമ്മ. ചേട്ടന്റെ പേര്? പൗലൂസ്. ലീനാമ്മയുടെ വീടെവിടെയാ? ഇവിടെ അടുത്താ, പണിക്കരയത്ത്. പണിക്കരയത്ത് റപ്പേൽ. എന്റെ അപ്പനാ. അപ്പൻ എന്താ ജോലി? തോട്ടത്തിൽ കൂലിപ്പണിയാ. അപ്പനുണ്ടോ വീട്ടില്? എനിക്കൊന്ന് കാണണം. വേണ്ട ചേട്ടാ, അപ്പനെ കാണണ്ട. അപ്പൻ എപ്പോഴും കുടിയാ. ഒരു ലക്കുമില്ലാതെ വരുന്നവരെയൊക്കെ ചീത്ത പറയും. ഓഹോ, അത്ര വലിയ കുടിയനാണ്? നല്ല സ്വഭാവമായിരുന്നു അപ്പന്. ആ പണം പോയതിനു ശേഷമാ അപ്പൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത്. ഞാനും അമ്മച്ചി എന്തോ പറഞ്ഞാലും ഞങ്ങളെ തല്ലും. കരയാതിരിക്കൂ ലീനാമ്മേ. മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും അപ്പൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചേട്ടൻ എന്തിനാ അപ്പനെ കാണാൻ വരുന്നത്? അതൊക്കെ ഒരു രഹസ്യമാണ്. ലീനാമ്മയ്ക്ക് കല്യാണമായോ? കല്യാണ ചെലവിന് വസ്തു വിറ്റുവെച്ചിരുന്ന പണമായിരുന്നു ചേട്ടാ. അത് ആരോ ദ്രോഹികളത് കൊണ്ടുപോയി. അതോടെ എന്റെ കല്യാണം നിന്നുപോയി. അത് പോയെങ്കിൽ പോട്ടെ, വേറൊരു കല്യാണം ആകാമല്ലോ. ഇനി എന്നെ കെട്ടാൻ ആരെങ്കിലും വരുമോ ചേട്ടാ? ഞാനൊരു എരണദോഷയാണെന്നാണ് അപ്പം പറയുന്നത്. ലീനാമ്മയെ പോലുള്ള സുന്ദരി പെണ്ണുങ്ങളെ വെളിയിൽ കണ്ടാൽ ആണെങ്കിൽ റാഞ്ചി എടുത്തോണ്ട് പോയില്ലേ? ചേട്ടന് കെട്ടിയവളും പിള്ളേരും ഒക്കെ എവിടെയാ? ഞാനും ലീനാമ്മയെ പോലെ കല്യാണത്തിന്റെ നടവരമ്പിലൂടെ അങ്ങനെ നടന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് കുറുക്കുവഴി. എത്ര മനോഹരമായ സ്ഥലം. ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. എനിക്ക് ലീനോട് എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നു. പിന്നെ എന്തിനാണ് മേടിക്കുന്നത്? പറയണം. ലീന വരൂ, നമുക്കത് അവിടെ ഇരിക്കാം. ഇരിക്കൂ. എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല. ചേട്ടൻ എന്നതാ പറയാൻ വന്നത്? കാട്ടിൽ വെച്ച് ശകുന്തളയെ കണ്ട് മോഹിച്ച ദുഷ്യന്തനെ പോലെയാണ് ഞാൻ. ആരാ ചേട്ടാ ആ ശകുന്തള ചേട്ടത്തി? ക്രിസ്ത്യാനിയാണോ? ഒരാശ്രമ കന്യക, ലീനയെ പോലെ മനം മയക്കുന്ന ഒരു മാലാഖ. ശകുന്തള ചേട്ടത്തിയെ ദുഷ്യന്തൻ ചായൻ എന്നാ ചെയ്തു? ദുഷ്യന്തൻ കാട്ടിൽ വേട്ടയ്ക്ക് വന്നു. ശകുന്തളയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും സ്നേഹിച്ചു. അവിടെ അപ്പൻ മൂക്കുമുട്ട കുടിച്ചേച്ചു വന്ന് ദുഷ്യന്തന ചായനെ പൊതിരെ തല്ലി കാണൂലേ? ഇല്ല, വിവരമറിഞ്ഞ കണ്ണു മഹർഷി അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു. ലീനയാണ് ആ ശകുന്തള. ഇവളുടെ ഒരു കണ്ണും. ആണുങ്ങൾ എവിടെയുണ്ടോ അവരുടെ മുഖത്താ. നീ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ട് നല്ലൊരു സുന്ദരക്കുട്ടിനെ വളച്ചെടുത്തില്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പശുവിനെ മേടിക്കാൻ വന്നതാ. പിന്നെ നീ ഇത് വീട്ടിൽ പറയല്ലേ. ചെവിക്ക് ചെവി അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ഈ ആണുങ്ങളെ കളിപ്പിച്ചേച്ച് പോകാതെ സൂക്ഷിച്ചോണം. നല്ല തങ്കം പിടിച്ച മനുഷ്യന്.
ഞങ്ങളുടെ കഷ്ടപ്പാട് പറഞ്ഞപ്പോ ആ പാവം മനസ്സങ്ങ് നൊന്തുപോയി. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നീ പോടി, എന്നെ തൊട്ടതുപോലുമില്ല. പിന്നെ കണ്ണി പെണ്ണുങ്ങളെ ആണുങ്ങളെ തൊട്ടാ മതിയെന്നാ പറയുന്നത് കുഴപ്പമുണ്ടാകാൻ. അയ്യോ, അങ്ങനെയൊന്നു എന്നെ ആ ചേട്ടൻ കെട്ടിപ്പിടിച്ചു. എന്റെ ഒടേ തമ്പുരാനെ, ഇനി വല്ലതും അമ്പടി കള്ളി പോട്ടെ, സാരമില്ല. ഇനി സൂക്ഷിച്ചാ മതി. കിട്ടിയ ആളിനെ വിടരുത് കേട്ടോ. പോ പോ. ഞങ്ങളൊക്കെ വലിയ ആള്, ഞങ്ങൾ ആരും മനുഷ്യരെ കണ്ടിട്ടില്ല. ഇത്ര വലിയ അവസ്ഥയാണ്. വീട്ടിലേക്ക് വരികയും വേണ്ട, എന്നെ കാണുകയും വേണ്ട. ഒരവസ്ഥക്കാരൻ. നീ ചെയ്തത് മഹാഭാവമാണെന്ന് നിനക്കൊക്കെ ബോധ്യമായി. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി 2-3 പാവപ്പെട്ട ജീവിതങ്ങളെ നീ കണ്ണീർ കുടിപ്പിച്ചു. നിന്റെ കുടുംബത്തിന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരു പട്ടിണി കുടുംബത്തെ നീ കുരുതി കൊടുത്തു. വേദനയുടെ തീർന്നു കഴിയുന്ന ആ മനുഷ്യാത്മാക്കളുടെ ശാപം നിന്നെ വിടുകയും പണമുടക്കി നിന്നെ പിന്തുടരും. ഈ മഹാദ്രോഹത്തിന് നീ പരിഹാരം ചെയ്യണം. ദൈവം നിന്നെ ശിക്ഷിക്കും. ദൈവം നിന്നെ ശിക്ഷിക്കും. ദൈവം നിന്നെ ശിക്ഷിക്കും. ശിക്ഷിക്കും. വലിയ ആളാണെങ്കിലേ ആളുടെ കയ്യിലിരിക്കട്ടെ. ഒരു മനുഷ്യപ്പറ്റില്ലാത്തവൻ. വാദം മാത്രം ഇത്ര നീളത്തില. നീ എന്തായാലും വളരെ ബോധമില്ലാതെ പിറ്റും പറയുന്നത്. അല്ല, നിന്റെ അപ്പുറം നീയും കുറിച്ച് തുടങ്ങിയത്. ഞാൻ സ്വഭാവത്തോടുകൂടി തന്നെ പറയുന്നത്. ഒരു പശുവിനെ വാങ്ങാൻ വന്നിരിക്കുന്നു. ചുമ്മാ കള്ളത്തരം പറഞ്ഞ് കണ്ട പെമ്പിള്ളേരെ കറക്കി കയ്യിലെടുത്ത് കാര്യം സാധിക്കാൻ വേണ്ടി. ഇതാരായി കൊണ്ടുവന്ന് താഴെ ഇട്ടിരിക്കുന്നത്. ഇനി എന്റെ കണ്ണിലെങ്ങാനും കണ്ട ഒരു പാഠം പഠിപ്പിച്ചതിന് വിടും. ആരാ? എന്ത് വേണം? അല്ല, ഇവിടെ ഇടങ്ങേറ് കാണിക്കുന്ന ഒരു കുട്ടി പശു ഉണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ ആർക്കാ നഷ്ടം? ഞങ്ങളെ ഇവിടെ കെട്ടിയിട്ടോളാം. എനിക്കും കെട്ടാനറിയാം. ഞാനും ഒരു നല്ല കാളത്തരകനാണ്. ആ കച്ചവടത്തിലേ വേറെ വല്ല ചന്തയിലും പോയാട്ടെ. ഒന്നുമില്ലമ്മേ, ആരോ ഒരു കാളത്തരകൻ. ഞാൻ ഇവിടുത്തെ പശുവിനെ വാങ്ങാൻ വന്നതാ. എവിടാ നാട്? പേരെന്നതാ? അങ്ങ് തെക്കാണമ്മേ. പേര് പൗലോസ് ചേട്ടൻ. നീ കൊച്ചിനെ കടിച്ചു തിന്നാൻ ചെന്ന നീ ഇതൊക്കെ എങ്ങനെ അറിയാടി? അത് ചോദിച്ചു മനസ്സിലാക്കിയമ്മേ. ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു. എന്നോട് പലതും ചോദിച്ചു. ഞാൻ നിനക്ക് സമാധാനം പറഞ്ഞു. ഇരുന്നാട്ടെ കുഞ്ഞെ, വന്ന കാലേ നിന്നാലോ. വീണാമേ, എന്താ വേണോ പശുവിനെ? തന്നാൽ വേണം. അന്ത്